ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു പ്ലേയിങ് 11. സോ ക്രിക്കറ്റിംഗ് വേൾഡിൽ നിന്ന് ഒരുപാട് ന്യൂസസ് ആൻഡ് അപ്ഡേറ്റ്സ് ഉണ്ട്. സോ മോസ്റ്റ് റീസെൻ്റ്ലി ദ ഹോട്ട് ടോപ്പിക് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെക്കൻഡ് ODI. ഇന്ത്യ ഒരു ക്ലിനിക്കൽ വിൻ, വെഗെയിൻ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു 4 വിക്കറ്റ്സ് വിക്ടറി എടുത്തിരിക്കുകയാണ്. സോ അതിൽ രോഹിത് ശർമ്മ ബാക്ക് ഇൻ ഫോം, നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന പോലെ, ഒരു ഇന്ത്യൻ ഫാൻസ്, ക്രിക്കറ്റിംഗ് ഫാൻസ് ആഗ്രഹിച്ചിരുന്ന പോലെ രോഹിത് ശർമ്മ ബാക്ക് ഇൻ ഫോം വന്നിരിക്കുന്ന ഒരു ബിഗ് ഡാഡി 100 അടിച്ച് തന്നെ രോഹിത് ശർമ്മ ഈസ് ബാക്ക് ഇൻ ദ ഫോം. അതുപോലെ തന്നെ SA T20 ലീഗ് ചാമ്പ്യൻഷിപ്പ് MI കേപ് ടൗൺ അവരുടെ ഫസ്റ്റ് മീഡിയൻ കപ്പ് ജയിച്ചിരിക്കുകയാണ്. സൺറൈസേഴ്സിൻ്റെ ഹാട്രിക് ഫൈനൽ അപ്പിയറൻസ് ആയിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഹാട്രിക് കപ്പ് ജയിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ IL T20യിൽ ഡൽഹി ക്യാപിറ്റൽസ് അവരുടെ മീഡിയൻ കപ്പ് ജയിച്ചിരിക്കുകയാണ്. സോ ഡൽഹി ക്യാപിറ്റൽ ഫ്രാഞ്ചൈസി അവരുടെ ഫസ്റ്റ് കപ്പാണിത്. സോ ബോത്ത് IPL ആൻഡ് IL T20യിൽ കുറച്ച് തവണ ഫൈനൽ അപ്പിയറൻസ് നടത്തിയെങ്കിൽ അവർക്ക് കപ്പ് ജയിക്കാനായിരുന്നില്ല. ബട്ട് ദിസ് ഇയർ ഇറ്റ് വാസ് ദെയർ ഇയർ. സോ അവർ കപ്പ് ജയിച്ചിരിക്കുകയാണ് IL T20യിൽ. സോ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെക്കൻഡ് ODIയിലോട്ട് വരികയാണെങ്കിൽ ടോസ് കിട്ടിയ ഇംഗ്ലണ്ട് വീണ്ടും ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബട്ട് കഴിഞ്ഞ 5 T20യും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ODI കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റി. ടോപ്പ് ഓർഡർ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്തു. സോൾട്ട് ആൻഡ് ഡക്കറ്റിന് നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ ഹാരി ബ്രൂക്ക്, ജോ റൂട്ട് നന്നായി കളിച്ചു. ഒരു 69 ഓഡ് റൺസ് എടുത്തു. ബെൻ ഡക്കറ്റ് 65 അടിച്ചു. സോ ബെൻ ഡക്കറ്റ് വാസ് ഇൻ ഗുഡ് ടച്ച്. ആൻഡ് നമ്മൾ പ്രിവ്യൂവിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ജോ റൂട്ട് വിൽ ബി ദ കീ ഫാക്ടർ ഫോർ ദി ഇംഗ്ലണ്ട് ഇൻ ദ ചാമ്പ്യൻസ് ട്രോഫി ഓൾസോ. സോ ആ ഒരു കീ ആങ്കർ റോള് നന്നായിട്ടൊന്ന് ജോ റൂട്ട് കളിച്ചു. ടോപ്പ് ഓർഡർ ഫസ്റ്റ് 5 ബാറ്റ്സ്മാൻസ് നന്നായി തന്നെ ബാറ്റ് ചെയ്തു. ബട്ട് അവർക്ക് അവർ തുടങ്ങി വെച്ച 14th ഓവർ വരെ കൊണ്ടുപോയ ആ ഒരു സ്കോറിനെ നന്നായി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. 304 ആൾ ഔട്ട് ആയിരുന്നു. സോ ഒരു 20-30 ഓഡ് റൺസ് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ബിക്കോസ് പിച്ച് വലിയ ടേൺ അല്ലെങ്കിൽ തന്നെ വലിയ സ്വിംഗ് ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ക്വൈറ്റ് ഈസി ടു ബാറ്റ്. സോ കംഫർട്ടബിൾ ആയിട്ട് 40 ഓവേഴ്സ് വരെ ബാറ്റ് ചെയ്തു. വിക്കറ്റ് വാസ് ഇൻ ദെയർ ഹാൻഡ്. ബട്ട് ജെമി ഓവർട്ടനും അതുപോലെ തന്നെ ലിവിങ്സ്റ്റൺ ലാസ്റ്റിൽ കുറച്ച് അടിച്ചു. പക്ഷേ ജെമി ഓവർട്ടൺ ആൻഡ് അക്കിൻസ്റ്റന് അവർ വിചാരിച്ച പോലെ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. സോ അതൊരു 20-25 റൺ ഓഡ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തു. സോ ഒരു ക്ലോസ് മാച്ചിലോട്ട് പോവോ എന്ന് നമ്മൾ വിചാരിച്ചു ഇന്ത്യ സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ. ബട്ട് ചിന്തയെല്ലാം അസ്ഥാനത്താക്കി രോഹിത് ശർമ്മ ദ ഹിറ്റ്മാൻ ഈസ് ബാക്ക്. സോ ഒരു ബിഗ് ഡാഡി 100 അടിച്ച് തന്നെ രോഹിത് ശർമ്മ ഈസ് ബാക്ക് ടു ദ ഫോം. സോ ഫസ്റ്റ് ഓവർ കളിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇന്ന് രോഹിത് ശർമ്മയുടെ ഡേ ആണ്. സോ നമ്മൾ കഴിഞ്ഞ ഒരുപാട് കളി നമ്മൾ വാച്ച് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് രോഹിത് ശർമ്മയുടെ ആ ഒരു ശൈലി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഫ്രീ ഫ്ലോ ബാറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നിരുന്നില്ല. ബാറ്റ് ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസ്, ഓരോ ഷോട്ട് കളിക്കുമ്പോഴുള്ള കോൺഫിഡൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന്. ബട്ട് ഇന്ന് അടിച്ച ഓരോ ഷോട്ടിനും നമ്മൾ ദാറ്റ് പ്രൈം രോഹിത് ശർമ്മനെ കണ്ടു. സോ ഹി വാസ് ജസ്റ്റ് എഫേർട്ട്ലെസ് ആൻഡ് ഫ്രീ ഫ്ലോയിങ് ബാറ്റിംഗ്. സോ രോഹിത് ശർമ്മ ആൻഡ് ഗിൽ അഗെയിൻ ഹാഡ് എ വണ്ടർഫുൾ പാർട്ട്ണർഷിപ്പ്. ഗിൽ അഗെയിൻ പ്രൂവിങ് സോ വൈ ഹീ ഈസ് ഇൻ ദ ടീം. ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നെങ്കിലും ഗിൽ ഈ ഫോർമാറ്റിൽ, ഓക്കെ, ടെസ്റ്റ് ആൻഡ് T20 ഈസ് എ ഡിഫറെൻറ്റ് ഫോർമാറ്റ്. സോ വൺ ഡേയിലോട്ട് വന്ന കറൻ്റ്ലി ദ ബെസ്റ്റ് ഇന്ത്യയിലെ ബാറ്റർ ഗിൽ തന്നെയാണെന്ന് ഗില്ല് പ്രൂവ് ചെയ്യണം വൺസ് അഗെയിൻ. സോ ഇന്നത്തെ പോയിന്റ് ഓഫ് ടോക്കിംഗ് ജസ്റ്റ് രോഹിത് ശർമ്മയായിരുന്നു. രോഹിത് ശർമ്മ സിംഗിൾ ഹാൻഡഡ്ലി കളി കൊണ്ടുപോയി. നമുക്കറിയാം രോഹിത് ശർമ്മ ഒരു 30 ഓവർ വരെ, ഒരു 25 ഓവർ വരെ ബാറ്റ് ചെയ്ത ഓപ്പോണൻറ്റിന് യാതൊരു ചാൻസും ഇല്ല, വിന്നിങ് ചാൻസ് ഇല്ല. സോ അതന്നെയായിരുന്നു എക്സാക്ട്ലി സംഭവിച്ചത്. രോഹിത് ശർമ്മ ടുക്ക് അവേ ദ ഗെയിം ഫ്രം ദ ഇംഗ്ലണ്ട് സ്ട്രൈറ്റ് അവേ. ബട്ട് ഇതിൽ മേജർ ഡിഫറൻസ് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിൽ ഇംഗ്ലണ്ട് ബോൾ ചെയ്യാൻ വന്നപ്പോൾ ബോത്ത് ടീം, രണ്ട് ടീമിലും പേസേഴ്സ് അത്യാവശ്യം ഒന്ന് തല്ല് വാങ്ങി. ഇൻ കേസ് ഷമി ആണെങ്കിലും ഹർദിക് പാണ്ഡ്യ ആണെങ്കിലും ക്വൈറ്റ് എക്സ്പെൻസീവ് ടുഡേ. അതേപോലെ തന്നെയാണ് ഇംഗ്ലണ്ട് ബൗളേഴ്സും പേസേഴ്സ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ബട്ട് ഇതിലെ ഡിഫറൻസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്പിന്നേഴ്സ് എസ്പെഷ്യലി ജഡേജ ആൻഡ് ചക്രവർത്തി രണ്ടുപേരും ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു. ജഡേജ കഴിഞ്ഞ കളി പോലെ തന്നെ ക്ലിയർ കട്ടായിട്ട് സ്റ്റേം ടു സ്റ്റേം ലൈൻ പിടിച്ച് അതേ കൺസിസ്റ്റൻസിയിൽ ബോൾ ചെയ്തു. ചക്രവർത്തി, ചക്രവർത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡെബ്യൂട്ടായിരുന്നു ചക്രവർത്തിയുടെ. ഇറ്റ്സ് ക്വൈറ്റ് എൻ ഇൻസ്പിറേഷണൽ സ്റ്റോറി ഫോർ
ഓൾ ദ പീപ്പിൾസ് ലൈക്ക് അസ്. സോ നമ്മളൊരു ടെന്നീസ് ബോൾ കളിച്ച് നടക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ വലിയൊരു ഇൻസ്പിറേഷനാണ് ചക്രവർത്തി. ഐ തിങ്ക് ഹീസ് 33 or 34. സോ ആ ഒരു വയസ്സിൽ ഇന്ത്യക്ക് വേണ്ടി ഓടി ഡെബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് അത് ചെറിയൊരു കാര്യമല്ല. ആ ഒരു ജേണി എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നുണ്ടാവും. ലൈക്ക് ഒരു അയാളൊരു 25, 26 വരെ 24 വയസ്സ് വരെയൊക്കെ ടെന്നീസ് ബോൾ കളിച്ച് നടന്നതാണ്. ഒരു പേസറായിരുന്നു, അതിനുശേഷം ഇഞ്ചുറി വന്ന് പിന്നെ ഒരു സ്പിന്നറായിട്ട് മാറി, ടെന്നീസ് ബോളെല്ലാം ക്രിക്കറ്റ് കളിച്ച് നടന്ന് അവിടുന്ന് സോ ഒരു നെറ്റ് ബോളിങ്ങിന് വേണ്ടി വിളിക്കുന്നു ദിനേശ് കാർത്തിക്. അങ്ങനെ നെറ്റ് ബോളിംഗ് കണ്ട് കേരളമായിട്ട് സെലക്ഷൻ ട്രയൽസിന് പോകുന്നു, അവിടെ സെലക്ഷൻ കിട്ടുന്നു. ദെൻ ഹിസ് ലൈഫ് ചേഞ്ച്ഡ്. സോ അതാണ്. സോ അതൊരു വലിയൊരു ഇൻസ്പിറേഷനാണ് നമുക്ക് പറയാൻ കഴിയും. ബിക്കോസ് ചക്രവർത്തി കരിയർ തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. പ്രൊഫഷണൽ ക്രിക്കറ്റ് കരിയർ തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. സോ ഇത് കാണുന്ന എല്ലാ ക്രിക്കറ്റ് ലവേഴ്സും നമ്മൾ ഒന്നും വൈകിട്ടില്ല എന്നുള്ളൊരു റിമൈൻഡറാണ് വരുൺ ആക്ച്വലി നമുക്ക് തരുന്നത്. ഹീസ് എ വലിയൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. സോ ഹി ഗോട്ട് എ മെയ്ഡൻ വിക്കറ്റ് ഓൾസോ ടുഡേ. സോ വരുൺ ചക്രവർത്തി ബ്യൂട്ടിഫുള്ളായി ബോൾ ചെയ്തു, ഒപ്പം തന്നെ ജഡേജ. അതാണ് ഇന്ന് കളിയിലുണ്ടായ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് ആദിൽ റഷീദ് ബോൾ ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഇന്ത്യക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആദിൽ റഷീദിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. സോ വൺസ് ആദിൽ റഷീദിനെ കൗണ്ടർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലണ്ട് വാസ് ക്ലൂലെസ്. പിന്നെ ഇംഗ്ലണ്ടിന് വേറെ പ്ലാൻ ബി എന്നാണ്, വേറെ സ്പിന്നർക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വേറെ സ്പിന്നർ ഇല്ല. യെസ്, ജേക്കബ് ബെത്തൽ കഴിഞ്ഞ കളി നന്നായിട്ട് ബോൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി വാസ് ബാറ്റഡ് വെരി വെൽ. ബട്ട് ഇന്ന് സർപ്രൈസിംഗ്ലി ഹി വാസ് ബെഞ്ച്ഡ്. മേ ബി ചിലപ്പോൾ ബെഞ്ച് സ്ട്രെങ്ത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി ചാമ്പ്യൻസ് ലീഗിന് മുന്നേ എല്ലാ പ്ലേയേഴ്സിനും ഒന്ന് കളിപ്പിച്ച് നോക്കാൻ വേണ്ടി ആയിരിക്കാം. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ കളി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച, അതുപോലെ ബാറ്റും ഉണ്ട്, വിത്ത് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നന്നായിട്ട് ബോൾ ചെയ്ത ജേക്കബ് ബെത്തൽ ഇന്നും കൂടി കളിക്കണമായിരുന്നു എന്ന് അഭിപ്രായമാണ് എനിക്കുള്ളത്. സോ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്തു. സോ വൺസ് റാഷിദ് അടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഓപ്ഷനിലോട്ട് തിരിഞ്ഞു പോകാൻ ഇംഗ്ലണ്ടിനൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ പ്രിവ്യൂവിലും പറഞ്ഞതുപോലെ തന്നെ ഒറ്റൊരു സ്പെഷ്യൽ സ്പിന്നർ മാത്രം കൊണ്ട് ഇന്ത്യയിലോട്ട് കളിക്കുക, ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് വരിക എന്നുള്ളത് വളരെ റിസ്ക്കേറിയ കാര്യമായിരുന്നു. സോ അതന്നെയാണ് ഇംഗ്ലണ്ട് ചെയ്തത്. സോ ദേ പേ ഫോർ ഇറ്റ്, അത് എത്രേ പറയാനുള്ളൂ. സോ ഈ റഹാൻ അഹമ്മദ് പോലെയുള്ള സ്പിന്നേഴ്സ് അവരുടെ അടുത്ത് ഉണ്ടായിട്ട് പോലും ഇന്ത്യയിലോട്ട് എന്ത് കൊണ്ടുവന്നില്ല എന്നുള്ളതൊരു ഡൗട്ടാണ്. ഇന്ത്യയിൽ കളിപ്പിച്ചില്ലെങ്കിൽ ഇനി എവിടെയാണ് റഹാൻ അഹമ്മദിനെ പോലെയുള്ള പ്ലെയേഴ്സിനെ, ടാലൻസ് പ്ലെയേഴ്സിനെ, സ്പിന്നേഴ്സിനെ കളിപ്പിക്കാൻ പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. സോ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ അതായിരുന്നു, ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇന്നത്തെ കളിയുടെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ യെസ്, കോഹ്ലി വാസ് ബാക്ക് ഇൻ ദ ടീം. യശസ്വി ജയ്സ്വാൾ വാസ് ബെഞ്ച്ഡ്. കോഹ്ലി കെയിം ഇൻ ടു ദ 11 ആൻഡ് അഗെയിൻ ഡിസപ്പോയിൻമെൻറ്റ്. സോ നല്ലൊരു ബോൾ എഡ്ജ് വാങ്ങി ഔട്ടായി. സോ ഹോപ്പ് ഇന്ന് രോഹിത് ശർമ്മയുടെ ഡേ ആയിരുന്നു. രോഹിത് ശർമ്മ ഹി വാസ് ബാക്ക് ഇൻ ഫോം. സോ അടുത്ത തേർഡ് ODIയിൽ നമുക്ക് സെയിം വി എക്സ്പെക്ട് ഫ്രം ദ കോഹ്ലി. നമ്മൾ കുറേ കാലമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. സോ വി ക്യാൻ ഹോപ്പ് കോഹ്ലിയും ഫോമിലോട്ട് തിരിച്ചു വരും ചാമ്പ്യൻസ് ലീഗിന് മുന്നേ. ബിക്കോസ് ചാമ്പ്യൻസ് ലീഗിന് മുന്നേ ഇവർ രണ്ടുപേരും ഫോമിലോട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന് അതിലുപരി വേറെ വലിയ ഒരു ഇൻസ്പിറേഷൻ്റെയും ആവശ്യമില്ല. ഇന്ത്യയുടെ പേസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റിൽ ഒരു വറിയിങ് കണ്ടീഷൻ തന്നെയാണ്. ലൈക്ക് ഷമി വാസ് നോട്ട് 100% ഷമി വാട്ട് വി സീൻ ബിഫോർ. സോ അത് മേജർ ഒരു ഇഞ്ചുറിക്ക് ശേഷമാണ്. സോ ഒരു മേജർ ഇഞ്ചുറിക്ക് ശേഷം മേജർ സർജറി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് റസ്റ്റി ആയിരിക്കും. ആ ഒരു പഴയൊരു മൊമെൻറ്റത്തിലോട്ട് പഴയൊരു ഇതിലോട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. സോ അത് പറയാൻ കഴിയില്ല. ബട്ട് അത് ടീമിനെ എഫക്റ്റ് ചെയ്യും. ബിക്കോസ് ബുംറയുടെ ആബ്സെൻസിൽ ചാമ്പ്യൻസ് ലീഗിൽ അവൈലബിൾ ആവുമെന്നുള്ളത് തന്നെ ഇപ്പോൾ നിലവിൽ അറിയില്ല. ഫസ്റ്റ് 2 മാച്ചസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ബട്ട് മോസ്റ്റ്ലി 90-95% ബുംറ വിൽ നോട്ട് പ്ലേ ചാമ്പ്യൻസ് ലീഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വലിയ റിസ്ക് എടുക്കുമോ എനിക്ക് തോന്നുന്നില്ല ബുംറനെ പോലെ ഒരു പ്ലെയറിൻ്റെ മേലെ. സോ ഇൻ കേസ് ബുംറ വാസ് ഔട്ട് ഓഫ് ദ സ്ക്വാഡ്, ഇന്നത്തെ സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി വരുൺ ചക്രവർത്തിനെ ആയിരിക്കും ബുംറയെ ചാമ്പ്യൻസ് ലീഗ് സ്ക്വാഡിൽ റീപ്ലേസ് ചെയ്യുക. സോ ഇതിന് മുമ്പ് ദുബായിൽ വെച്ച് നടന്ന T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടികളാണ് ഇന്ത്യ നേരിട്ടത്. സോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്പിൻ ഗോട്ട് നള്ളിഫൈഡ് എന്നുള്ളതാണ്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം ദുബായിലെ കണ്ടീഷൻസിൽ ഇന്ത്യൻ സ്പിന്നേഴ്സ് എത്ര എഫക്റ്റീവ് ആവും.
സോ വിത്തൗട്ട് ബൂംറ ഇന്ത്യയുടെ പേസ് അറ്റാക്ക് എത്രത്തോളം പെനിട്രേറ്റഡ് ആവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ വൺ ദ സീരീസ് അഗൈൻസ്റ്റ് ദി ഇംഗ്ലണ്ട്. കറൻ്റ്ലി 2-0 ആണ്. ഒരു മാച്ച് കൂടി ബാക്കിയുണ്ട്. ആ മാച്ചിൽ മേ ബി ഇനി ഇൻ കേസ് എനിക്ക് തോന്നുന്നു ഋഷഭ് പന്തിന് ഒരു ഗെയിം കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ രാഹുൽ വിൽ ബി ദ ഫസ്റ്റ് ഓപ്ഷൻ പന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ബിക്കോസ് പന്തിനുള്ള അഡ്വാൻറ്റേജ് ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ള അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നിലവിൽ അക്സർ പട്ടേൽ ഹീസ് ഡൂയിങ് ദാറ്റ് ജോബ് ഇൻ ദി മിഡിൽ ഓർഡർ. അക്സർ പട്ടേലിന് ഒരു പ്രൊമോഷൻ കൊടുത്തു, ഒരു നമ്പർ 5 വന്ന് ബാറ്റ് ചെയ്യാൻ. ആൻഡ് കഴിഞ്ഞ 2 മത്സരം ഹീ ബാറ്റഡ് ബ്യൂട്ടിഫുള്ളി. നമ്മളെപ്പോഴും അണ്ടർ അപ്രീഷിയേറ്റഡ് ആയി പോകുന്ന ഒരു പ്ലെയറാണ് അക്സർ പട്ടേൽ. അക്സർ പട്ടേലിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെപ്പോഴും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടലില്ല ബാക്കിയുള്ള പ്ലെയേഴ്സിനെ പോലെ. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഫൈനലിലും എൻ്റെ അഭിപ്രായത്തിൽ ദി മാൻ ഓഫ് ദി മാച്ച് വാസ് അക്സർ പട്ടേൽ. ലൈക്ക് ഏറ്റവും വൈറ്റൽ റോൾ കളിച്ചത് അക്സർ പട്ടേലായിരുന്നു. ആ ടീം ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ പോയ സമയത്ത് അവിടെ കൗണ്ടർ ചെയ്ത് ടീമിനെ സ്കോർ ചെയ്ത് കൊണ്ടുവന്നത് അക്സർ പട്ടേലായിരുന്നു, ആ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും. സോ അക്സർ പട്ടേൽ എന്നുള്ളൊരു പ്ലെയർ എപ്പോഴും ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ട് പോകുന്നൊരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നൗ ടീം ഈസ് ഗിവിങ് ഹിസ് ചാൻസസ്. ഒരു നമ്പർ 5 പ്രൊമോട്ട് ചെയ്യുന്നു. അതിന് കേപ്പബിൾ ആയിട്ടുള്ളൊരു ബാറ്റർ തന്നെയാണ് അക്സർ പട്ടേൽ. സോ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഇല്ല എന്നുള്ള, മിഡിൽ ഓർഡറിൽ ഇല്ല എന്നുള്ള ഒരു വിടവ് അക്സർ പട്ടേലിലൂടെ ഇന്ത്യ വീട്ടുന്നു. സോ ഋഷഭ് പന്തിന് അടുത്ത കളി ഒരു ചാൻസ് കിട്ടിയാലും കയൽ രാഹുൽ തന്നെ ആയിരിക്കും ചാമ്പ്യൻസ് ലീഗിൽ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അൺലെസ് ഒരു അടുത്ത കളി പന്ത് വലിയൊരു ഹീറോയിക് പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ. ബിയോണ്ട് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ODI നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് പോകാം. നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ SAT20 MI കേപ്പ് ടൗൺ അവർ ജയിച്ചു. ബട്ട് മാൻ ഓഫ് ദി സീരീസ് വാസ് മാർക്കോ യാൻസൺ. സോ SAT20 ഞാൻ കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അതിൽ സൺറൈസേഴ്സിനെ ഫൈനലിൽ എത്തിക്കാൻ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാർക്കോ യാൻസൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഹീസ് ഇൻ ഈസ് പർപ്പിൾ പാച്ച്. സോ ഒരു അമേസിങ് ഫോമിലുള്ളത് വിത്ത് ബാറ്റ് വിത്ത് ബോൾ. സോ IPL തുടങ്ങാനായി. IPLൽ പഞ്ചാബ് കിങ്സാണ് മാർക്കോ യാൻസനെ സൈൻ ചെയ്തിരിക്കുന്നത്. പഞ്ചാബ് കിങ്സ് ദിസ് ഇയർ ലുക്സ് എ വെരി ഡേഞ്ചറസ് സൈഡ് ടു മീ. സോ എപ്പോഴും പേപ്പറിൽ പുലികളായിരിക്കും, ബട്ട് ഗ്രൗണ്ടിൽ പലപ്പോഴായിട്ട് ഒരു ഫെയിലാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ളത്. ബട്ട് ദിസ് ടൈം ഒരു ക്ലിയർ പ്ലാനിൽ വന്ന പോലെ, ഓപ്ഷനിൽ വളരെ ക്ലിയർ പ്ലാനിൽ വന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സോ അത് അവരുടെ പ്ലാൻസ് കളിയിൽ കൂടി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി എ വെരി ഡേഞ്ചറസ് സൈഡ്. മാർക്കോ യാൻസൺ വലിയ ഫോമിലാണുള്ളത്. സോ അതിൻ്റെ ബെറ്റർ ഔട്ട്കം പഞ്ചാബിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ദേ വൺ ദി IL T20. സാം കറൻ ആയിരുന്നു മാൻ ഓഫ് ദി സീരീസ്. സാം കറൻ വാസ് കമ്മിങ് ബാക്ക് ടു CSK. സോ CSK ആരാധകർക്കും അതൊരു വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. സാം കറൻ ഈസ് ബാക്ക് ഇൻ ചെന്നൈ ആൻഡ് ഹീ ഈസ് ഇൻ ഗുഡ് ഫോം. സ്മിത്തിൻ്റെ കേസിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കൂടി ഉണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ BGT സീരീസിൽ സ്റ്റീവ് സ്മിത്ത് ഗോട്ട് ഔട്ട് ഇൻ 9,999 കരിയർ റൺസ് 9,999 നിൽക്കുമ്പോഴാണ് സ്റ്റീവ് സ്മിത്ത് ഗോട്ട് ഔട്ട് അൺഫോർച്ചുനേറ്റ്ലി. സോ അന്ന് അൺഫോർച്ചുനേറ്റ് ഔട്ടായെങ്കിലും ഹീ കംപ്ലീറ്റഡ് 10,000 റൺസ് ഇൻ ദിസ് ശ്രീലങ്കൻ ടൂർ. അതിൽ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നേ 10,000 ടെസ്റ്റ് റൺസ് കംപ്ലീറ്റ് ചെയ്ത 3 ഓസ്ട്രേലിയൻസും അവർ ക്യാപ്റ്റനായി ഇരിക്കുമ്പോഴാണ് ആ ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടു എന്നുള്ളതാണ്. സോ സ്റ്റീവ് സ്മിത്തും ഇത്തവണ 4ാമതായിട്ട് ആ ടെസ്റ്റ് കരിയറിൽ 10,000 റൺസ് പിന്നിടുമ്പോൾ ഹീസ് ക്യാപ്റ്റനിങ് ദ സൈഡ്. അൺഫോർച്ചുനേറ്റ് ആയിട്ട് അന്ന് ഔട്ടായെങ്കിൽ ഇന്ന് ഫോർച്ചുനേറ്റ്ലി ഹീസ് ബീൻ ദ പാർട്ട് ഓഫ് ദാറ്റ് എലൈറ്റ് ഗ്രൂപ്പ്. അലൻ ബോർഡർ, സ്റ്റീവോ ആൻഡ് റിക്കി പോണ്ടിങ്. ദെൻ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി പാകിസ്ഥാനിലൊരു ട്രൈ സീരീസ് നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ, ന്യൂസിലാൻഡ് ആൻഡ് സൗത്ത് ആഫ്രിക്ക ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ദിസ്. സോ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ODI ട്രൈ സീരീസ് നമ്മൾ കാണുന്നത്. ഇനിയും അങ്ങനെ ഒരു ODI ട്രൈ സീരീസ് ഉണ്ടാവട്ടെ. നമ്മുടെ ചൈൽഡ്ഹുഡിലെല്ലാം നമ്മൾ ഓസ്ട്രേലിയ, ഇന്ത്യ, ശ്രീലങ്കയൊക്കെയുള്ള ട്രൈ സീരീസ് എല്ലാം കണ്ടു വളർന്നതാണ്. സോ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ ഒരു ട്രൈ സീരീസ് എന്ന് പറയുന്നത്, നോർമൽ ബൈലാറ്ററൽ സീരീസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ. സോ ഇനിയും ഒരുപാട് ODI ട്രൈ സീരീസ് വരട്ടെ. So that's it for today. So we are winding up.
സോ തേർഡ് ODIക്ക് ശേഷം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് തേർഡ് ODIക്ക് ശേഷം നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. വീണ്ടും ഉള്ള ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആൻഡ് ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.